അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ പിയാഷയുടെ സ്റ്റേജസ് പഠിക്കുന്നിടത്താണ് ഡി എൽ ഡിന്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആ ഒരു കോളത്തിനകത്ത് കൃത്യമായിട്ട് വസ്തുസ്ഥൈര്യം എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ആ ചോദ്യത്തിൽ കണ്ട ഡൈവേർജന്റ് തിങ്കിങ് വന്നിട്ടില്ല. ആ ചോദ്യത്തിനകത്തേക്ക് ഹായ് നമസ്കാരം, എൻട്രിയുടെ ചോദ്യപ്പെട്ടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനോടകം ചോദ്യപ്പെട്ടി എന്താണെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ആപ്പിലൂടെയും അതുപോലെ തന്നെ അതിൻ്റെ പാർട്ടായിട്ടുള്ള ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ക്ലാസ്സുകൾ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെയാണ് കടന്നു പോയത്. എങ്ങനെയായിരുന്നു ഇതിനു മുമ്പത്തെ ചോദ്യപേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്നുള്ള മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കമൻസ് കാണുന്നുണ്ട്, നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്, സംശയങ്ങളൊക്കെ കാണുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കമൻസും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആൻസറുകളായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും മറ്റൊരു രീതിയിൽ കാണുന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ബ്രൂണറുടെ ആ ഒരു ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലേ, വസ്തുസ്ഥൈര്യം ഒബ്ജക്ട് പെർമനൻസ് ഏത് ഘട്ടത്തിലാണ്, ബ്രൂണർ പറയുന്ന ഘട്ടങ്ങളിൽ ഏതിലാണെന്നുള്ളൊരു ചോദ്യം കൺഫ്യൂഷനായിട്ട് പലരും കമൻറ്റിൽ കണ്ടിരുന്നു. പക്ഷേ ആ വർഷം ചോദിച്ച UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വരികയും അതിൻ്റെ ആൻസർ കീയിലുള്ള ആൻസർ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ പിയാഷയുടെ സ്റ്റേജസ് പഠിക്കുന്നിടത്താണ് ഡി എൽ ഡിന്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആ ഒരു കോളത്തിനകത്ത് കൃത്യമായിട്ട് വസ്തുസ്ഥൈര്യം എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ആ ഘട്ടത്തിലെ ഏജ് നോക്കുക. ആ ഏജിന് ഈക്വലൻ്റ് ആയിട്ട് ബ്രൂണറുടെ ഏത് ഘട്ടത്തിലാണ് വരുന്നത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നുണ്ട്, ഒന്നുകൂടി അത് പറഞ്ഞെന്ന് മാത്രം. സോ അതുപോലെ നിങ്ങൾ ഇനിയും പറയുന്ന ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. നമുക്ക് ഇനി മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ വരുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ചോദ്യപ്പെട്ടിയുടെ മറ്റൊരു ഭാഗത്തേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇനി ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതുവരെ പോയ രീതിയിൽ തന്നെ നമുക്ക് ആ ക്ലാസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ പഠന വൈകല്യം അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. താഴെ പറയുന്നവയിൽ പഠന വൈകല്യം അല്ലാത്തത്: ഡിസ്ലെക്സിയ, അനോറെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ഡിസ്ലെക്സിയും ഡിസ്കാൽക്കുലിയും ഡിസ്ഗ്രാഫിയും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഏതെല്ലാം പഠന വൈകല്യമാണ്, അതിന് കാരണം എന്താണ്, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അനോറെക്സിയ എന്ന് പറയുന്ന ഒരെണ്ണം പഠന വൈകല്യത്തിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അനോറെക്സിയ എന്ന് പറയുന്ന ആഹാരത്തോടുള്ള വിരക്തി, മെലിയുന്ന അവസ്ഥയൊക്കെ വരുന്നതാണ് അനോറെക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അത് വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ ബി ആണ് സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്നതേ ഉള്ളൂ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. പ്രീവിയസ് ഇയർ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കുട്ടികളിൽ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമീപനമാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അനുയോജ്യമല്ലാത്ത സമീപനം എന്ന് പറയാറുണ്ട്. അപ്പം ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. മാതൃക കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു, വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ആവശ്യപ്പെടുന്നു, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ സർഗാത്മകത വളർത്താനായിട്ട്, പരിപോഷിപ്പിക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾ ആൻസറായിട്ട് എഴുതേണ്ടത്. അങ്ങനെയെങ്കിൽ അവിടെ ആൻസറായിട്ട് വരുന്ന ഏതായിരിക്കും? തീർച്ചയായിട്ടും അത് അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുമ്പോഴാണ് സർഗാത്മകതയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പം നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചാൽ ആൻസർ എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. പിയാഷയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളവയുടേതുപോലുള്ള ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്ന ഏത് ഘട്ടത്തിലാണ്? ഞാൻ നേരത്തെ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞല്ലേ, വസ്തുസ്ഥൈര്യം ഒബ്ജക്ട് പെർമനൻസ് ഏത് ഘട്ടത്തിലാണ് പിയാഷയുടെ അതുപോലെ ബ്രൂണറുടെ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് ഏതാ? ഇവിടെ പറയുന്ന ജീവനില്ലാത്തവയ്ക്കും ജീവനുള്ളവയുടേതുപോലുള്ള ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നത് അമൂർത്ത ചിന്തന ഘട്ടം, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, മൂർത്ത ചിന്തന ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഇതിലേതിലാണ് ഈ ഒരു പ്രത്യേകത കാണുന്നത്? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറേയേറെ ടേംസ് ഉണ്ട് പിയാഷയുടെ സ്റ്റേജസിന്. പ്രത്യേകിച്ച് ഓരോരോ പ്രത്യേകതകൾ ഏത് ഘട്ടത്തിലൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടും ചോദ്യമായിട്ട് ഇനിയും പ്രതീക്ഷിക്കാം. എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെയും ഡിസ്കഷൻ, ഒരു 20 വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെയും ഡിസ്കഷൻ ഓൾറെഡി ആപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ക്ലാസ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ ഏത് ഘട്ടത്തിലാണ് വരുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ചോദ്യ പേപ്പറുകളിൽ ഇത് ആവർത്തിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ജീവനില്ലാത്തവയ്ക്കും ജീവനുള്ളവയുടേതുപോലുള്ള ഗുണങ്ങളുണ്ട് എന്ന് പറയുന്ന ആനിമിസം എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത കാണിക്കുന്നത്. അതുകൊണ്ട് ആ ഘട്ടത്തിലാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? വഴിയിലുള്ള ചെടികളെയൊക്കെ തല്ലിയിട്ട് വഴക്ക് പറയും അല്ലേ, അതിന് ജീവനുണ്ട്, അതിന് വേദനിക്കുമെന്നാണ് കുട്ടി വിചാരിക്കുന്നത്. നമ്മുടെ പാവയ്ക്കൊക്കെ എടുത്ത് പാല് കൊടുക്കും. അപ്പം അത്തരത്തിൽ കുട്ടി വിചാരിക്കുകയാണ് ജീവനുള്ളവയാണ് ഇവർ, നമ്മളെപ്പോലെ തന്നെയാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ഏത് സ്റ്റേജിലാണെന്നുള്ളതായിരുന്നു ചോദ്യം. ഇനിയും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. അടുത്ത ചോദ്യം നോക്ക്. പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയരാൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാരാണ്? വൈഗോസ്കി, പിയാഷെ, തോണ്ടൈക്ക്, കോഹ്ലർ. അപ്പം ഞാൻ ആദ്യത്തെ ക്ലാസ് തൊട്ടേ പറയുന്ന, ആദ്യത്തെ ചോദ്യപ്പെട്ടിയുടെ ആദ്യത്തെ പെട്ടി തുറക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്നത്, ZPD എന്ന് പറയുന്നതും അതേപോലെ തന്നെ കൈത്താങ്ങ് കൊടുത്തുകൊണ്ട് ഉയർത്തുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ പറയുന്ന ഒരു പേര് വൈഗോസ്കിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാവണം?
തീർച്ചയായിട്ടും അത് വൈഗോസ്കിയാണ്. പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തി, അതായത് കുറച്ച് ഉയർന്ന മുതിർന്ന ആളുടെ സപ്പോർട്ടോട് കൂടി വരുമ്പോൾ പഠനനില ഉയർത്താൻ സഹായിക്കും എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതായത് കുട്ടിക്ക് തന്നെ എത്താവുന്ന നിലയിൽ നിന്നും കുട്ടി മറ്റൊരാളുടെ സഹായത്തോടു കൂടി എത്തുന്ന നിലയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിനിടയിലുള്ള ഗ്യാപ്പിന് ZPD എന്നൊക്കെ പറയുന്നുണ്ട്. കൈത്താങ്ങിലൂടെ അതിനെ മറികടന്ന് മുകളിലേക്ക് ചെല്ലാമെന്ന് പറയുന്നുണ്ട്. അതേ ആശയത്തിനെ ഉൾക്കൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വൈഗോസ്കി അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം ചോദിക്കുന്ന ഒരാളാണ് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്ത് നോക്കൂ, വിവർജന ചിന്തനം. എന്ത് ചിന്തന? വിവർജന ചിന്തനം, ഡൈവേർജന്റ് തിങ്കിങ്. ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ്? ബുദ്ധി സിദ്ധാന്തങ്ങൾ പലതുണ്ട്, പല ബുദ്ധി സിദ്ധാന്തങ്ങളുണ്ട്. അതിലേതിലാണ് ഡൈവേർജന്റ് തിങ്കിങ്, വിവർജന ചിന്തനം എന്ന് പറയുന്ന ഒരു ആശയം വന്നത്? ട്രയാർക്കിക് തിയറിയാണോ, ദ്വിഘടക സിദ്ധാന്തമാണോ, ത്രിമുഖ സിദ്ധാന്തമാണോ, പ്രാഥമിക ബുദ്ധിക്ഷമതാ സിദ്ധാന്തമാണോ, ഏതിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ത്രിമുഖ സിദ്ധാന്തമാണ്. ത്രിമുഖ സിദ്ധാന്തമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഇതിൽ ഒരു പ്രശ്നമുണ്ട്. ത്രിമുഖ സിദ്ധാന്തം പഠിച്ചിട്ടുള്ളവർക്ക് ആ 3 മുഖങ്ങൾ ഏതാന്നൊക്കെ ചിലപ്പം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വരും. പക്ഷെ ആ മുഖങ്ങളുടെ അകത്ത് തന്നെ, അല്ലെങ്കിൽ ആ ഫേസത്തിന്റെ ഓരോന്നിന്റെ അകത്തുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് കൂടി പഠിക്കണം. അതിലൊരാളാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അത് ഏതിനകത്താണ് വരുന്നതെന്ന് പഠിക്കണം. അത് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയുന്നത് അത്രയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക് തന്നെയായിട്ട് കാണണം. ചോദ്യം ഇനിയും ചോദിക്കും. ഇതിനു മുമ്പും പല ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ത്രിമുഖ സിദ്ധാന്തത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അല്ല നമ്മൾ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മറന്നു പോകുന്നുണ്ട് എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, റിപ്പീറ്റ് ചെയ്യുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അങ്ങനെ വരുന്നിടത്താണ് നമ്മൾ ഈ എക്സ്പ്ലനേഷൻ കൂടി ഈ ചോദ്യപ്പെട്ടിയുടെ ക്വസ്റ്റ്യൻസിന്റെ കൂടെ കൊണ്ടുവരുന്നത്. അല്ലാതെ എല്ലാത്തിനോട് കൊടുക്കാൻ പോയാൽ ഇത്രയേറെ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വൈകും, ഒരുപാട് ലെങ്ത് കൂടും. അതിന് വേണ്ടിയിട്ടാണ് ചില ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ത്രിമുഖ സിദ്ധാന്തം, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ അല്ലെങ്കിൽ SI മോഡൽ എന്ന് പറയുന്നത് ആരുടേതാണ്? SI മോഡൽ അത് തന്നെയാണ് ത്രിമുഖ സിദ്ധാന്തം. അത് ആരുടേതാണ്? ഘടനാപഗ്രഥനം എന്ന ഫാക്ടർ അനാലിസിസ് എന്ന സ്റ്റാറ്റിറ്റിക്കൽ സങ്കേതം വഴി ഈ ഒരു ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്തത് JP ഗിൽഫോർഡ് ആണ്. ഗിൽഫോർഡിന്റെ ത്രിമുഖ സിദ്ധാന്തം SI മോഡൽ ഇമ്പോർട്ടന്റ് ആണ്. വിവിധ ബുദ്ധിപരീക്ഷാ ഫലങ്ങളുടെ ഘടക വിശ്ലേഷണം ചെയ്തുകൊണ്ടാണ് ഈ ഘടകങ്ങളുടെ സാധ്യത മുന്നോട്ട് വെച്ചത്. അപ്പൊ ഏത് വഴിയാ? ഘടക അപഗ്രഥനം, ഫാക്ടർ അനാലിസിസിലൂടെയാണ് ഗിൽഫോർഡ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കുക. ആ ടൈം ഓർത്തിരിക്കണം. ഗിൽഫോർഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ ചിന്തയുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നവയാണ് ഉള്ളടക്കങ്ങൾ. മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട് ഞാൻ, ഉള്ളടക്കങ്ങൾ. ഇവ ആവിഷ്കരിച്ചെടുക്കുന്ന ആശയങ്ങളാണ് ഉൽപ്പന്നങ്ങൾ. 2 ഫേസായി, ഒരെണ്ണോടെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പ്രാധാന്യത്തോടുകൂടി ഗിൽഫോർഡ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും 3 മുഖങ്ങൾ അല്ലെങ്കിൽ 3 മാനങ്ങളുണ്ട് എന്ന് ആര് പറയുന്നു? ഗിൽഫോർഡ് പറയുന്നു. അവയെ ത്രിമാന രൂപത്തിൽ 3 ഡയമെൻഷണൽ ആയിട്ട് ചിത്രീകരിക്കാമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ത്രിമുഖ സിദ്ധാന്തം, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, SI മോഡൽ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ്. അടുത്ത് നോക്കൂ, ത്രിമുഖ സിദ്ധാന്തത്തിലെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ്. അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ ആ ചോദ്യത്തിൽ കണ്ട ഡൈവേർജന്റ് തിങ്കിങ് വന്നിട്ടില്ല. ആ ചോദ്യത്തിനകത്തേക്ക് കയറുന്നതേ ഉള്ളൂ നമ്മൾ. ഉള്ളടക്കങ്ങൾ, കണ്ടൻസ്, ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ്, മാനസിക പ്രക്രിയകൾ, ഓപ്പറേഷൻസ്. ഈ ത്രിമുഖ സിദ്ധാന്തത്തിൽ ഈ 3 മുഖങ്ങളായിട്ട് ഇത്തരത്തിൽ ചിത്രത്തിൽ കാണാൻ പറ്റും. കണ്ടന്റ് അതാണ് ഉള്ളടക്കം, ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ്, അതേപോലെ ഓപ്പറേഷൻസ്, മാനസിക പ്രക്രിയകൾ. ഇതിനകത്തൊക്കെ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇതിലെ കാര്യങ്ങളെല്ലാം ഞാൻ മുമ്പോട്ട് പറയുമ്പോൾ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളായിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഇത് ചോദിക്കാം. ഉള്ളടക്കത്തിൽ പെടുന്നത് ഏത്, ഉള്ളടക്കത്തിൽ പെടാത്തത് ഏത്? ചോദ്യം വരാം. അതുകൊണ്ട് പഠിക്കണം. കാഴ്ച, ശ്രവ്യം, പ്രതീകം, അർത്ഥം, ഇതെല്ലാം ഉള്ളടക്കത്തിൽ വരുന്ന ആശയങ്ങളാണ്. ഏതൊക്കെയാ? കാഴ്ച, ശ്രവ്യം, പ്രതീകം, അർത്ഥം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഉള്ളടക്കത്തിനകത്ത് വരുന്ന 3 ഫേസിലെ ഉള്ളടക്കത്തിൽ വരുന്നവയാണ്. ഉൽപ്പന്നത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാ? ഏകകങ്ങൾ അഥവാ യൂണിറ്റ്സ്, വർഗങ്ങൾ അഥവാ ക്ലാസസ്, ബന്ധങ്ങൾ അഥവാ റിലേഷൻസ്, വ്യവസ്ഥകൾ അല്ലെങ്കിൽ വ്യൂഹങ്ങൾ, സിസ്റ്റംസ്, പരിണിത രൂപങ്ങൾ, രൂപാന്തരണങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, സൂചനകൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന രണ്ടാമത്തെ മുഖമായിട്ടുള്ള ഉൽപ്പന്നത്തിന്റെ ഘടകങ്ങളായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയമാണ്. മറക്കാൻ പാടില്ല, ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. അടുത്ത് നോക്കും, മാനസിക പ്രക്രിയയിലെ ഉപവിഭാഗങ്ങൾ. മാനസിക പ്രക്രിയ, ഉള്ളടക്കം കഴിഞ്ഞു, അതേപോലെ നമ്മൾ ഉൽപ്പന്നങ്ങളും കഴിഞ്ഞു. ഒന്നുകൂടി ഒന്ന് ഓർത്തോ, ഉള്ളടക്കം, ഉൽപ്പന്നം. അടുത്തേതാ? മാനസിക പ്രക്രിയകൾ. മാനസിക പ്രക്രിയയിൽ വരുന്നതാണ് വൈജ്ഞാനികം, ഓർമ്മ, വിവർജന ചിന്ത, സംവർജന ചിന്ത അഥവാ ഏകമുഖ ചിന്ത. വിവർജന ചിന്ത, ഡൈവേർജന്റ് തിങ്കിങ്. കണ്ടോ, ഇതിനകത്ത് വന്നിരിക്കുന്ന സാധനമാണ്. ഇതിൽ നിന്നാണ് ചോദ്യം ചോദിച്ചത്. അപ്പൊ ഇത് ഏത് വേണമെങ്കിലും എടുത്തിട്ട് ചോദിക്കാം, ഏത് തിയറിയിലാണ് വന്നേക്കണേന്ന്. ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്, ഇതിൽ പെടാത്തത് എന്നുള്ള ടൈപ്പ് ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ത്രിമുഖ സിദ്ധാന്തം. അരച്ചിലക്കി പഠിച്ചേക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. തിയററ്റിക്കൽ ആയിട്ട് പഠിക്കുന്ന ഭാഗത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാവും. സോ ഈ കാര്യം ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറഞ്ഞത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏതു മേഖലയിൽ മികവ് പുലർത്താൻ എന്നുള്ളതിന്റെ സൂചനയാണ് അഭിക്ഷമത അഥവാ ആപ്റ്റിറ്റ്യൂഡ്, താല്പര്യം അഥവാ ഇൻട്രസ്റ്റ്, ഉപലബ്ധി അഥവാ അച്ചീവ്മെന്റ്, മനോഭാവം അഥവാ ആറ്റിറ്റ്യൂഡ്. ഇതിൽ ഏത് ടേമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നത്? ലഭിക്കുന്ന പരിശീലനം കൊണ്ടൊരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ, അല്ലെ, അത് വായിക്കുമ്പോൾ തന്നെ കിട്ടണം. അഭിക്ഷമത, ആപ്റ്റിറ്റ്യൂഡ്, അയാളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, അഭിക്ഷമത എന്താണ് എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വൺസ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന ഭയം ഇല്ലാതാക്കാൻ ഏത് മാർഗമാണ് അഭിലഷണീയം? ഒന്നും അറിയാത്ത ഒരാൾക്കും ഉത്തരം എഴുതാൻ പറ്റും. ശരിക്കും ഒന്ന് സൂക്ഷിച്ച് ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കൂ. ഭയം ഇല്ലാതാക്കാൻ ഏത് മാർഗം? കുട്ടിയെ പരിഹസിക്കുക, പേടി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ അവസരം നൽകുക, ഇത്തരം ഭയങ്ങളെ അവഗണിക്കുക, ധൈര്യവാനായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ഉപദേശിക്കുക. ഓപ്ഷൻ എ എന്തായാലും വരില്ല, നിങ്ങൾക്കറിയാം. ഭയങ്ങളെ അവഗണിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. പിന്നെ ധൈര്യവാനായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ഉപദേശിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ധൈര്യവാനായിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയും ചുമ്മാ നമ്മൾ പുഷ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഏതാ പ്രാക്ടിക്കലി ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആയിട്ട് വരിക? മോസ്റ്റ് സ്യൂട്ടബിൾ എടുക്കേണ്ടതെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. പേടി ഉണ്ടാകുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ അവസരം നൽകുക എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. ഫ്രോയിഡിയൻ വീക്ഷണം അനുസരിച്ച്, അത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അല്ലെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്ന ഒരു പേരാ. ഫ്രോയിഡിയൻ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴകൾക്കും കാരണം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ആശയം തന്നെയാണ്. ഇതൊരു ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നതാണ്. പശ്ചാത്ഗമനം അഥവാ റിഗ്രഷൻ, പ്രതിപൂർത്തിയാണ് കോമ്പൻസേഷൻ, താതാത്മ്യീകരണമാണ് ഐഡന്റിഫിക്കേഷൻ, ദമനമാണ് റിപ്രഷൻ. അപ്പോൾ ഏതാണ് ഇതിന് കാരണം? ഫ്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആശയം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരെണ്ണമുണ്ട്, അത് ദമനമാണ്, റിപ്രഷനാണ്. അതായത് ഉള്ളിലേക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, മോശമായ അനുഭവങ്ങളൊക്കെ തള്ളിവിടുന്നതിന്റെ ഫലമായിട്ട് ദമനം അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് പറയുന്നുണ്ടാവുന്നു. അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴവുകൾക്കും കാരണം ഒരുപക്ഷെ അതായിരിക്കാം എന്ന് മനസ്സിലാക്കുക. അടുത്ത 9ാമത്തെ തരംതിരിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏതു ഘടകത്തെ പരിപോഷിപ്പിക്കാൻ ഉതകുന്നു എന്നുള്ളതാണ് ചോദ്യം. പ്രകൃതിപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, ഗണിതപരവും യുക്തിപര ചിന്താപരമായ ബുദ്ധി, ശാരീരിക ചാലകപരമായ ബുദ്ധി. തരംതിരിക്കൽ മോസ്റ്റ് സ്യൂട്ടബിൾ ഈ ഓപ്ഷനിൽ ഏത് വരും? തീർച്ചയായിട്ടും അത് ഗണിതപരവും യുക്തിചിന്താപരവുമായിട്ടുള്ള ബുദ്ധി ആയിരിക്കും. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ആ ചോദ്യം മനസ്സിലായല്ലോ. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട്. ഓരോന്ന് എന്തിനകത്തൊക്കെ വരുന്നതാണെന്ന് പഠിക്കണം. ചോദ്യമായിട്ട് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കൂ, ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനിയാണ് ഹിപ്പോക്രാറ്റസ്, ഷെൽഡൻ, ക്രഷ്മർ, സ്പ്രാങ്കർ. അപ്പോൾ ഇതൊരു ചോദ്യം നിങ്ങൾ തിയറികൾ പഠിക്കുന്നതിനകത്ത് ഈ പറയുന്ന രീതിയിൽ വ്യക്തിത്വത്തെക്കുറിച്ച്, പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഒരുപാട് തിയറികളുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഒരു UPSC എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ മറ്റു ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കണ്ടിട്ടില്ല. സോ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ കാണാൻ പറ്റും. നിങ്ങളൊരു പക്ഷേ തിയറി പാർട്ടിൽ പഠിക്കാതെ പോകുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. അതുകൊണ്ട് അതെന്താണെന്നുള്ള ആശയം കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളതൊന്നും അല്ല. അല്ലെങ്കിൽ ഇത് പിന്നീട് തള്ളപ്പെട്ടതാണ്. ഇതിനകത്ത് ഒരുപാട് ക്രിറ്റിസിസം വന്ന ഒരു സാധനമാണ്. എന്തായാലും ഹിപ്പോക്രാറ്റസ് ആണ്, അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത് വരുന്നത്. വളരെ പഴക്കം ചെന്ന സംഭവമാണ്. ഹിപ്പോക്രാറ്റസ് ആണ് ഈ ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം പറയാണ്, ഹിപ്പോക്രാറ്റസിന്റെ വർഗീകരണത്തിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് മനുഷ്യ ശരീരത്തിൽ 4 തരം രസങ്ങളുണ്ടെന്നും അത് രക്തം, മഞ്ഞപ്പിത്തരസം, ശ്ലേഷ്മം, കറുത്ത പിത്തരസം എന്നിവയാണെന്നും അദ്ദേഹം പറയുന്നു. ഇതിൽ ഏതാണോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിന്റെ പ്രത്യേകതയായിരിക്കും അയാളുടെ വ്യക്തിത്വത്തിൽ കാണുന്നതെന്നാണ് ഹിപ്പോക്രാറ്റസ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മുന്തി നിൽക്കുന്ന രസം ഇതിൽ 4 ഏതാണോ അയാളുടെ വൈകാരിക ചിത്തവിത്രതയ്ക്ക് സവിശേഷ സ്വഭാവം നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു പ്രത്യേക തരം വ്യക്തിത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ തരംതിരിവിനെ വിശദാംശങ്ങൾ ചൂടെ കൊടുത്തിരിക്കുന്നു. നോക്കാം നമുക്ക്. രക്തം, മഞ്ഞപ്പിത്തരസം, ശ്ലേഷ്മം, കറുത്ത പിത്തരസം ഇത്രയാണെന്ന് പറഞ്ഞല്ലോ. ഇതില് ചോരത്തിളപ്പുള്ളവനായിരിക്കും. ഈ രക്തം എന്ന് പറയുന്ന രസമാണ് കൂടുതൽ ഒരു വ്യക്തിയിൽ കാണുന്നെങ്കിൽ അയാൾ ചോരത്തിളപ്പുള്ളവനായിരിക്കും. അയാളുടെ ഉത്സാഹവും ശുഭപ്രതീക്ഷയും ഒക്കെ കാണുന്നതാണ് ഹിപ്പോക്രാറ്റസ് പറയുന്നത്. ചോരത്തിളപ്പ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ള വാക്ക് തന്നെയുണ്ടല്ലേ. അതേപോലെ മഞ്ഞപ്പിത്തരസാണ് കൂടുതലുണ്ടെങ്കിൽ പിത്തക്കൂറുള്ളവനാണെന്നാണ് ഹിപ്പോക്രാറ്റസ് പറയുന്നത്. ശുണ്ടി പിടിക്കലും പെട്ടെന്നുള്ള ക്ഷോഭമൊക്കെ കാണിക്കുന്ന ആൾക്കാരാണ് അവർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്ലേഷ്മം എന്ന് പറയുമ്പോൾ അലസ സ്വഭാവമുള്ളവരായിരിക്കും. തണുപ്പൻ രീതി, മാന്ദ്യം, അലസതയൊക്കെ, തണുത്ത സ്വഭാവമുള്ള ആൾക്കാർ ശ്ലേഷ്മം. കറുത്ത പിത്തരസമാണെങ്കിൽ വിഷാദ ആത്മകരായിരിക്കും, നിരാശാബോധവും അശുഭചിന്തയൊക്കെ ഉള്ളവരായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊരു ലോജിക്ക് ഇല്ലാത്തൊരു സാധനമാണെന്ന് പിന്നീട് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ ഇന്ത്യക്കും പറയാം അല്ലേ, ഇത് ചോര കൂടുതലുള്ള ചോരത്തിളപ്പ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഹിപ്പോക്രാറ്റസിന്റെ ആശയം. ആ ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹിപ്പോക്രാറ്റസ് ആണ്. അത് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് രസത്തെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ, ആരും പഠിക്കാത്തൊരു മേഖല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഔട്ട് ഓഫ് സിലബസിൽ നിന്നൊക്കെ വരാവുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് അതിനെ ഒന്ന് പരിചയപ്പെടുത്തി വിട്ടത്. സോ UPSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ചോദ്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടുത്ത പാർട്ടിൽ അടുത്ത 10 ചോദ്യങ്ങളുമായിട്ട് കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.